അതെ, ഞാൻ പറയാൻ പോകുന്നത് ഫിഷിങ്ങിനെ കുറിച്ചാണ്. ഫിഷിംഗ് ഈസ് ലൈക്ക് ഫിഷിംഗ്. അതായത് നമ്മളൊരു ഫിഷിങ്ങിന് പോകുന്നു, നമ്മളൊരു ചൂണ്ടയെടുക്കുന്നു, ചൂണ്ടയെടുത്തിട്ടാണെങ്കിൽ ഒരു കൊളുത്തുണ്ട്, അതിന്റെ അറ്റത്തായിട്ട് ചെറിയ ഇരയിടുന്നു, എന്നിട്ട് വലിയ ഇരയെ പിടിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഫിഷിംഗ്. അതായത് അറ്റാക്കർ നമ്മുടെ വാട്സപ്പിലോട്ടോ ഇമെയിലിലോട്ടോ ഒരു ലിങ്ക് അയക്കുന്നു, ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഹോം പേജ് വരും. ആ ഒരു ഹോം പേജ് പക്ക ഒരു ഒറിജിനൽ വെബ്സൈറ്റിന്റെ പോലെ തന്നെ ആയിരിക്കും, പക്ഷേ അത് ഒറിജിനൽ വെബ്സൈറ്റ് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ബിഗ് ബില്യൺ ഡേയ്സ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ആയിക്കോട്ടെ ആമസോണിന്റെ ആയിക്കോട്ടെ, അവിടെ ബിഗ് ബില്യൺ ഡേയ്സിൽ പലപ്പോഴും ലിങ്ക് വരുന്നതാണ് 5 രൂപയ്ക്ക് ഐഫോൺ, 10 രൂപയ്ക്ക് സാംസങ് S25 അൾട്രാ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫേക്ക് ലിങ്കുകൾ വരാറുണ്ട് അല്ലേ. അപ്പൊ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെതായിട്ട് കരുതുന്ന ഒരു ഹോം പേജ് വരും. ഫ്ലിപ്കാർട്ടിന്റെ പോലെ തന്നെ ഇരിക്കും, നിങ്ങൾ കണ്ടാൽ ഒരിക്കലും ഫേക്ക് ആയിട്ട് മനസ്സിലാവത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്ത് ചെയ്യും? അവിടെ എൻ്റർ ചെയ്യും. ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പേയ്മെന്റ് കൊടുക്കുന്നിടത്താണ് അവിടെ ചതി ഇരിക്കുന്നത്. അവിടെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ആയിക്കോട്ടെ, ഡെബിറ്റ് കാർഡ് നമ്പർ ആയിക്കോട്ടെ, ഫോൺ പേയുടെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, എല്ലാ ഡീറ്റെയിൽസും എന്താണ് അവിടെ ബാക്ക് എൻഡിലുള്ള ആരാണോ വെബ്സൈറ്റ് ഓണർ അയാളുടെ ബാക്ക് എൻഡ് ഡേറ്റാബേസിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം ഇതുപോലെ ലിങ്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം ഫ്ലിപ്കാർട്ടിൽ ലിങ്ക് വരികയാണെങ്കിൽ ആദ്യം പോകേണ്ട എങ്ങോട്ടാണ്? ഫ്ലിപ്കാർട്ടിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ആപ്പിലോട്ട് പോവുക. അവിടെ ഈ ഓഫർ ഉണ്ടോ നോക്കുക. അവിടെ ആ ഒരു ഓഫർ ഇല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ലിങ്ക് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണോ ആ ലിങ്ക് ലഭിച്ചത് അവരെ ബോധവൽക്കരിച്ച് കൊടുക്കുക. അതായത് ഈ ലിങ്ക് ആണെങ്കിൽ ഫേക്ക് ആണ്, ആ ഓഫർ എന്ന് പറഞ്ഞാൽ 5 രൂപയ്ക്ക് ഐഫോൺ കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പ്രത്യേകം തന്നെ പറഞ്ഞു കൊടുക്കുക. കേവലം ഇത്രയും ചെറിയ പൈസയ്ക്ക് നമുക്ക് ഈ ഒരു ഐഫോണോ അല്ലെങ്കിൽ ഒരു സാംസങ് S25 അൾട്രാ ഫോണൊക്കെ കിട്ടുകയില്ലെന്ന് സാമാന്യം നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലായിക്കോളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ ലിങ്ക് വരികളെ മാക്സിമം ഫോർവേഡ് ചെയ്യാൻ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവരെ ബോധവൽക്കരിച്ചു കൊടുക്കുക.